ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിലാണ് ഖമനേയിയുടെ കൊട്ടാരമടക്കം തരിപ്പണമായത് എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഇന്ന് പുലർച്ചെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനം വിളിച്ച് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചു. എന്നാൽ ആദ്യമൊന്നും തന്നെ ഇറാൻ ഭരണകൂടം ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഒടുവിൽ ഇറാൻ ഭരണകൂടം പതിയെ സമ്മതിച്ചിരിക്കുന്നു. തങ്ങളുടെ സുപ്രീം ലീഡർ വധിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക ഭീകരതയുടെ അവസാന വാക്കായിരുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടെയും തലതൊട്ടപ്പനായിരുന്ന ഇസ്ലാമിക ഭീകരതയുടെ ആൽമരമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചിരിക്കുന്നു. കഴിഞ്ഞ 37 വർഷങ്ങളായി ഇറാന്റെ ശ്വാസം പോലും ആയത്തുള്ള അലി ഖമനേയി പറയാതെ എടുക്കാൻ കഴിയാത്ത അവസാന വാക്കായിരുന്നു ഇറാന് ആയത്തുള്ള അലി ഖമനേയി. ഇറാന്റെ സുപ്രീം ലീഡർ എന്ന് ഉറക്കെ പറയാവുന്ന ഒരു നേതാവ്. ആ നേതാവ് ആ രാജ്യത്തിനെ ഒരു മതഭരണകൂടത്തിന്റെ കീഴിലാക്കി ചവിട്ടി മെതിച്ചു ഭരിച്ചു വരികയായിരുന്നു കഴിഞ്ഞ 37 വർഷങ്ങളായി. തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണം, മതഭരണമെന്ന് ഉറപ്പിച്ച് പറയാം. ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണം തന്നെയായിരുന്നു ആയത്തുള്ള അലി ഖമനേയി ഇറാനിൽ നടത്തി വന്നത്. ഒരു ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ ചില ചർച്ചകൾക്ക് തയ്യാറായി, അല്ലെങ്കിൽ സന്ധി സംഭാഷണം തയ്യാറായെങ്കിലും ഖമനേയിയുടെ ചില നിലപാടുകൾ തന്നെയാണ് ഒടുവിൽ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. നമുക്കറിയാം, ഇസ്രായേലും ഹമാസ് തമ്മിൽ ആരംഭിച്ച യുദ്ധം, ആ യുദ്ധങ്ങളെല്ലാം തന്നെ പ്രകോപനപരമായ നിലപാടുകളായിരുന്നു ഖമനേയി സ്വീകരിച്ചിരുന്നത്. എല്ലാ ഘട്ടത്തിലും ഇസ്രായേലിനെയും അമേരിക്കയും ശത്രുപക്ഷത്ത് നിർത്താനും തങ്ങളുടെ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, തങ്ങളുടെ ആയുധ ശേഖരം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാമെന്നും വ്യാമോഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ഖമനേയി. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെതിരെ നിരന്തരമായി ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുകയും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം തൻ്റെ സൈന്യത്തിന് മേൽ ചെലുത്തുകയും ചെയ്തിരുന്നത് ഖമനേയി. അപ്പോൾ തന്നെ ഇറാനിലെ സൈനികർക്കിടയിൽ, അല്ലെങ്കിൽ സൈനിക മേധാവികൾക്കിടയിൽ തന്നെ 2-3 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ അമേരിക്കയെ പോലെ ഒരു രാജ്യത്തെ വെറുതെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം സൈനിക മേധാവിമാരുടെ അടക്കം താല്പര്യം. എന്നാൽ ഖമനേയിയുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇസ്രായേലിനെതിരെ ഇറാന് ആക്രമണം നടത്തേണ്ടി വന്നത്. അമേരിക്കയുടെ വെല്ലുവിളിയെ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭീഷണികളെ അതേ വിലയ്ക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് തിരിച്ച് അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കിയതും ഖമനേയി തന്നെയായിരുന്നു. ഖമനേയിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം സൈനിക ഉദ്യോഗസ്ഥരും ഖമനേയിയെ എതിർക്കുന്ന ഒരു വിഭാഗം സൈനിക ഉദ്യോഗസ്ഥരും ഇറാനിലുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഖമനേയിയെ എതിർക്കുന്നവർക്കുള്ള ശബ്ദം ഇറാനിൽ ഒരിക്കലും ഉയർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഖമനേയിക്ക് അപ്പുറത്ത് ഒരു മറുവാക്ക് ഇറാനിൽ ഉണ്ടായിരുന്നില്ല. ആ അവസാന വാക്കാണ് ഇപ്പോൾ എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നത്. ഇനി ഇറാനെ ആര് നയിക്കും? ഇനി ഇറാനെ ആര് ഭരിക്കും? ഇതാണ് ഉയരുന്ന ചോദ്യം. ഇറാന്റെ വൈസ് പ്രസിഡന്റ് റാസ ഇനി ഇറാനെ നയിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആയത്തുള്ള അലി ഖമനേയിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇറാൻ തന്നെ ഔദ്യോഗികമായി ഇത് അംഗീകരിച്ചിരിക്കുന്നു. ഇറാന്റെ 37 വർഷം ഇറാനെ നയിച്ച ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം അവർ നേടിയിരിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധം ഇറാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയല്ല. അത് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. ഇറാനിലെ ജനതയെയോ അല്ലെങ്കിൽ ഇറാനിലെ സാധാരണക്കാരെയോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതല്ല ഈ യുദ്ധം. ഈ യുദ്ധം ഇറാന്റെ ഭരണ നേതൃത്വത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതായത് ആയത്തുള്ള അലി ഖമനേയിയെയും മസൂദ് പെഷസ്കിയാൻ അടക്കമുള്ള ഇറാന്റെ ഭരണ തലവന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ യുദ്ധമെന്ന് കൃത്യമായി തന്നെ ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ ദുഷിച്ച മതഭരണകൂടത്തെ തെറിപ്പിക്കുക,
ഇറാന്റെ ജനതയെ ഈ മതഭരണകൂടത്തിൽ നിന്ന് മോചിപ്പിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക, ഇതാണ് ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നു. അതിന്റെ ആദ്യ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയിയെ അവർ വധിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇസ്രായേലും അമേരിക്കയും നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.